இந்த சிட்டியிலே தான் என்னோட பப்பாவும் அம்மாவும் முதல் தடவையை சந்திச்சோம். രഘുണ്ണ, എനിക്ക് ഭയമായിരിക്ക്. നീ എന്തിനാ പേടിക്കുന്ന? ഞാനില്ലേ കൂടെ. ഒരു മാസം പോകുമ്പോതും എൻ വയറ്റിലെ കുളന്ത വളർന്നിട്ടേ ഇരിക്കെ. എനിക്ക് ഒന്നുമേ தெரியாது. എന്നോട് അണ്ണൻ കിട്ട എന്നെ சொல்வே. മറിയ, ഈ സമയത്ത് നീ ഇങ്ങനെ പേടിക്കരുത്. എല്ലാം ശരിയാവും. അണ്ണ, എനിക്ക് ഒന്നുമേ தெரியாது. ഞാൻ ഒരു പാവം പൊണ്ണு. എന്നെ കാപ്പാത്തുறதுக்கு ഇങ്ങ யாருமே ഇല്ല. നീങ്ക താൻ ഇല്ല. ഞാൻ നിന്നെ ചതിക്കില്ല. നമ്മൾ നമ്മുടെ കുഞ്ഞുമൊത്ത് ജീവിക്കും. ഇവിടെ ഈ അന്യനാട്ടിൽ പ്രസവിക്കുന്നത് അപകടമാ. നീ നാട്ടിൽ പോയി വാ. എന്നോട് അണ്ണൻ കിട്ടെ ഒരു കറി കിട്ടെ ഞാൻ എന്ത് സൊല്ലേ? ഞാൻ പറയുന്ന നീ കേക്ക്. നീ നാട്ടിൽ പോയി പ്രസവിക്കും. നിന്നെയും കുഞ്ഞിനെയും ഞാൻ എത്രയും വേഗം ഇവിടെ കൊണ്ടുവരാനുള്ള ഏർപ്പാട് ചെയ്യാം. എന്റെ ഈ വർക്ക്ഷോപ്പ് ഒന്ന് പച്ച പിടിച്ചോട്ടെ. നീ ധൈര്യമായിട്ടിരിക്കേ. അതല്ലാതെ വേറെ മാർഗമില്ല. അണ്ണ, എന്നെ തപ്പ് നിനക്ക് കൂടാതെ. സെൽവിയും അന്ത കടക്കാരും ഊരിലെ ഉങ്ങൾക്ക് വേറെ പൊണ്ടാട്ടിരിക്കാൻ സൊല്ലേ. അതെന്നെ നിജമാ? നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്നെ അതൊന്നും ഓർമ്മിപ്പിക്കരുതെന്ന്. എനിക്ക് സ്വന്തമെന്ന് പറയാൻ നീ മാത്രമേ ഉള്ളൂ. സ്വന്തക്കാരും ബന്ധക്കാരും എന്നെ കൈയൊഴിഞ്ഞപ്പോ ഞാൻ സ്നേഹം തിരിച്ചറിഞ്ഞത് നിന്റെ അടുത്തുനിന്നാ. അണ്ണനുടെ இந்த மாதிரி பேச்சு தான் എന്നെ ഉങ്ങക്കിட்ட മാട്ടിവിട്ടെ. കറുകറുത്തൊരു പെണ്ണാണ്, കളഞ്ഞെടുത്തൊരു നെയ്യാണ്. കറുകറുത്തൊരു പെണ്ണാണ്, കളഞ്ഞെടുത്തൊരു നെയ്യാണ്. കാടിന്റെ ഓമനമോളാണ്, ഞാവൽപ്പഴത്തിന്റെ ചേലാണ്. വെള്ളിൻ കറുപ്പ് പുറത്താണ്, ഉള്ളിന്റെ ഉള്ളു തുടുത്താണ്. അണ്ണ, നമ്മ കുളന്തയ്ക്ക് എന്നെ പേർ പോടണം? ജുവേര. പെൺകുളന്തയാ? എനിക്കിഷ്ടം പെൺകുഞ്ഞിനെയാ. ജുവേര, നല്ല അഴകാന പേര്. ജുവേര എനിക്ക് നല്ലൊരു പാട്ടുകാരിയാക്കണം. എനിക്ക് കഴിയാതെ പോയതൊക്കെ അവളിലൂടെ കാണണം. അതെല്ലാമേ ശരിയായിടും. ഊருக்கு പോறதுக்கு മുന്നാടി നീങ്ക ഒരു കാര്യം പണ്ണണം. എന്താ? എൻ കഴുത്തില് ഒരു താലിയെ കെട്ടണം. അതെങ്കിൽ ഒരു ചർച്ചിലെ വെച്ച് താനാകണം. ശരി, നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും.